ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സഹർഷം സ്വാഗതം. 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ഭഗവാൻ അർജുനന് ഏറ്റവും പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങൾ അർജുനൻ്റെ മുന്നാകെ വെളിപ്പെടുത്തുന്നു, അർജുനന് ഉപദേശ രൂപത്തിൽ നൽകുന്നു. ഇതിൽ നമ്മൾ കാണുന്നത് ഒന്ന് യജ്ഞങ്ങളെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ഹോമകുണ്ഡവും ഇഷ്ടികയും ഈ പറഞ്ഞ നെയ്യും ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് യജ്ഞം നടത്തുന്നത്, അതെങ്ങനെയാണ് നടത്തേണ്ടത്, സ്വയം ഹോമകുണ്ഡമാകുന്നത് എവിടെയാണ്, ഏതൊക്കെ വിധത്തിലുള്ള അഗ്നിയുണ്ട്, ഈ അഗ്നിവിദ്യ, ഈ അഗ്നി എങ്ങനെയാണ് ജ്വലിപ്പിക്കേണ്ടത്, ഏത് അഗ്നിയിൽ ഏത് ഹവിസുക്കളെ ഏത് പദാർത്ഥങ്ങളെ നൽകേണ്ടതുണ്ട്, ഇടേണ്ടതുണ്ട്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ അർജുനനെ കുറിച്ച് അർജുനനോട് ഇത് പറയുമ്പോൾ ഈ എല്ലാ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ മുടക്കുന്ന ഒരാളാണ് മൂപ്പരുടെ അച്ഛൻ ഇന്ദ്രൻ്റെ പുത്രനാണല്ലോ. പിന്നെ കാര്യങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്യണം, ആര് മദ്യം കഴിക്കും, ഈ സുരാപാനം, അതായത് അന്നത്തെ മദ്യം സുരാപാനം ചെയ്യേണ്ടവൻ ആര്, എല്ലാറ്റിനും മൂപ്പരാണ് തീർപ്പുണ്ടാക്കുക. മൂപ്പര് തീർപ്പുണ്ടാക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാലൊക്കെ അവരുമായിട്ട് യുദ്ധമൊക്കെ കൂടുന്ന ആളാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ഗുണം കുറച്ചൊക്കെ മോനും ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ലേ. അപ്പോൾ ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഈ അഗ്നി ജ്വലിപ്പിക്കേണ്ടതും മറ്റും. അപ്പോൾ ഇവിടെ പറയാണ്, യദൃച്ഛ ലാഭസന്തുഷ്ട ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യാദൃച്ഛികമായി വന്നു ചേരുന്നത് എന്താണോ അത് നമുക്കുള്ളതാണ്, അത് നമുക്ക് വിഹിതമായിട്ടുള്ളതാണ്, നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തൊക്കെ ആയാലും യാദൃച്ഛികമായിട്ട് വന്നു ചേരുന്നിട്ടുള്ള, അവിചാരിതമായി എത്തിയിട്ടുള്ളത് എല്ലാം തന്നെ അതിനെ എങ്ങനെയാണ്, അതിൽ ലാഭസന്തുഷ്ടനായിരിക്കണം, അത് ലാഭമായിട്ട് കണക്കാക്കണം. അവിടെയാണ് നമ്മൾ എങ്ങനെയാണോ സാഹചര്യങ്ങൾ, അത് ഏത് വിപരീതങ്ങളാകട്ടെ, അത് നമ്മളൊരു അവസരമാക്കുന്നത് എങ്ങനെയാണ്. ചിന്മയാൻ സ്വാമികൾ പറയും, നിങ്ങളെ വിമർശിക്കുന്ന ഇഷ്ടിക കൊണ്ട്, കല്ലുകളെ കൊണ്ട് നിങ്ങൾ എന്തു വേണം, ഫൗണ്ടേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. അപ്പം പിന്നെ അനങ്ങില്ല എന്ന് പറയാം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പെട്ടിയും തലാണിയൊക്കെ എടുത്ത് പോയിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങൾ എവിടെ പോയി അവസാനിക്കും ഇത്. യദൃച്ഛ ലാഭസന്തുഷ്ട ദ്വന്ദ്വാതീതോ വിമത്സര. നീ എന്തു വേണം, സുഖദുഃഖങ്ങൾ, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെയൊക്കെ അതിജീവിക്കണം. കാരണം നിൻ്റെ അച്ഛൻ ഇത് തീരെ പറ്റാത്തതാണ്. അതാണ് മൂപ്പരെ കുറിച്ച് പറഞ്ഞത്. ആര് തപസ് ചെയ്താലും എന്തൊക്കെ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാകും. മൂപ്പര് ഇതേപോലെ പലരുടെ അടുത്തും ഈ ഇന്ദ്രൻ പെടുന്നുണ്ട്. ഇന്ദ്രൻ പിന്നെ അപേക്ഷിക്കുന്നുണ്ട്. ഇന്ദ്രൻ വാസ്തവത്തിൽ മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. മനസ്സാണ് നമ്മളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കുക. ഇന്ദ്രനെ ബന്ധിപ്പിച്ച ആളാണ് ച്യവന മഹർഷി. ച്യവനൻ ഗംഭീരനാണ്. മഹാഭാരതത്തിൽ ഈ കഥ ഇവരുടെ ഈ വനപർവ്വത്തിലാണ് കുറേ ഇവർക്ക് ഇവരുടെ പൂർവികരെക്കുറിച്ചും ഇവരുടെ ആളുകളെക്കുറിച്ചും ഈ ഓരോരോ തീർത്ഥഘട്ടങ്ങളിൽ ഇന്നതിൽ സ്നാനം ചെയ്താൽ ഇന്ന ഗുണമുണ്ടാവും. അപ്പോൾ ഈ യുധിഷ്ഠിരനോട് ഈ ഒരു തീർത്ഥത്തിൽ സ്നാനം ചെയ്യൂ, അപ്പോൾ അവിടെ സർവ്വവിധ ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാവും. ശിവനൻ ഇവിടെയാണ് സ്നാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തെ വീണ്ടെടുത്തത് എന്നൊക്കെ പറയുന്ന കഥയുണ്ട് മഹാഭാരതത്തിൽ. നല്ല രസമാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ച്യവനൻ ഭൃഗുവിൻ്റെ പുത്രനാണ്. ഈ ഭൃഗുവിൽ നിന്നാണ് ഈ ഭാർഗവന്മാരുണ്ടാവുന്നത്, ആ പരമ്പര ഉണ്ടാവുന്നത്. കാരണം മഹർഷീശ്വരന്മാരുടെ വലിയ പാരമ്പര്യമുള്ളതാണ് ഭൃഗുവിൻ്റെ പാരമ്പര്യം. ഭൃഗു ബ്രഹ്മാവിൻ്റെ ത്വക്കിൽ നിന്നുണ്ടായവൻ, തൊലിയിൽ നിന്ന് ഉണ്ടായവൻ എന്നാണ്. ഭൃഗുവിനെക്കുറിച്ച് മറ്റ് കഥകളും നമ്മുടെ പുരാണങ്ങളിൽ മറ്റ്
വ്യത്യസ്തമായ രീതിയിൽ കാണാം. എല്ലാവരെക്കുറിച്ചും പുരാണങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ കഥകൾ പറഞ്ഞത് കേൾക്കാം. അപ്പോൾ ഇവിടെ ഒരു രസമായിട്ടുള്ളൊരു കഥ എന്താന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലുള്ളതാണ്. ഈ ഭൃഗുപുത്രനായിട്ടുള്ള ച്യവനൻ, നമ്മുടെ ആയുർവേദത്തിൽ ച്യവനപ്രാശം വളരെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ച്യവനൻ ശരിക്കും ആയുർവേദാചാര്യനല്ല, പക്ഷേ ച്യവന് ആയുർവേദവുമായിട്ട് ബന്ധമുള്ള കഥയും കൂടിയാണിത്. അപ്പോൾ മൂപ്പര് ഇതേപോലെ ഈ ഒരു ദിവസം ഈ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യും. ഈ മറ്റേ വൃക്ഷാസനത്തിൽ, വീരാസനത്തിൽ. അങ്ങനെ തപസ് ചെയ്ത് ഉഗ്രമായ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യജ്ജാതി തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒടുക്കത്തെ തപസ്സാണ്. അങ്ങനെ ഈ തപസ്സിൻ്റെ തീവ്രതയിൽ മൂപ്പര് ഈ ചെതലൊക്കെ വന്ന് മൂടി. ചെതൽ വന്ന് മൂടി, പിന്നെ അതിൽ ഉറുമ്പുകൾ കൂടുണ്ടാക്കി, പിന്നെ അതൊരു എന്താ പറയുക, വള്ളികളൊക്കെ ചുറ്റി, അങ്ങനെ വലിയൊരു ചിതൽക്കൂനയായിട്ട്. അങ്ങനെ നമ്മൾ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. അതാണ് പണ്ടുള്ളവർ പറയും അതിന് കുത്തരുത് എന്ന് പറയും. അതിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ മൂപ്പരങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അങ്ങനെ വായു മാത്രം ഭക്ഷണമാക്കി ഇങ്ങനെ അതിൻ്റെ ഉള്ളിലിരിക്കുക. മൂപ്പരതിങ്ങനെ എൻജോയ് ചെയ്ത് ക്വാറൻറ്റൈനിലാണ്, ചെതൽ ക്വാറൻറ്റൈനിൽ ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ ഈ നിര്യാതി എന്ന് പറഞ്ഞ രാജാവ്, മൂപ്പരുടെ ടെറിട്ടറിയിലാണ് ഈ തപസ്. അപ്പോൾ അദ്ദേഹത്തിനൊരു മകളുണ്ട്, ഈ പറഞ്ഞ പോലെ ഭൂലോക സുന്ദരിയാണ്. അവളിങ്ങനെ അവളുടെ തോഴിമാരൊക്കെ ആയിട്ട് നേരം പോക്കിൽ, യുവതിയാണ്, നേരം പോക്കിൽ ഇങ്ങനെ ആ ഉദ്യാനത്തിലൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ ഉല്ലസിച്ച് ഈ കിളികളുടെ പിറകെ പോയിട്ടും ഈ പഴങ്ങളൊക്കെ ഇതാക്കിയിട്ടും, അപ്പോൾ ഈ ഇതൊക്കെ എന്താ പറയുക, വള്ളികളും ഈ കൊമ്പുകളും ഒക്കെ പൊട്ടിച്ചിങ്ങനെ ആർത്തിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ തോഴിമാരെയൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഒറ്റയ്ക്കായി. അവരോടൊക്കെ പോയിക്കൊള്ളാൻ പറഞ്ഞു, ഞാൻ വരാമെന്നും പറഞ്ഞു. പിന്നെ ഏകാന്തത്തിൽ അങ്ങനെ ഉല്ലസിച്ച് നടക്കുമ്പോൾ ഇതെല്ലാം ച്യവനൻ ഈ പുറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. മൂപ്പർക്ക് 2 ദ്വാരമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് മൂപ്പരുടെ ശക്തി കൊണ്ട് തന്നെ അതിനെ അടയ്ക്കാതെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇദ്ദേഹം ഈ പിന്നെ മഹാഭാരതം പറയുന്നത് അവൾ എന്താ പറയുക, നാമമാത്രമായിട്ടുള്ള ഒറ്റ വസ്ത്രം മാത്രം ആയിരുന്നു അവളുടെ ഈ എന്താ പറയുക വേഷവിധാനം. പിന്നെ ഈ മഹാഭാരതത്തിൽ ഇതൊക്കെ പറയുമ്പോൾ കാറ്റ് ഒരു കഥാപാത്രമാണ്. മൂപ്പരിങ്ങനെ എന്താ പറയുക, ഈ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്നതിൽ വിരുദ്ധനാണ്. അങ്ങനെ മഹർഷിമാർ മുഴുവൻ തപസ്സിളക്കാൻ പോകുന്ന പരിപാടിയൊക്കെ കാറ്റിനുണ്ട്. അങ്ങനെ ഈ ഇദ്ദേഹം ച്യവനൻ ഈ പുറ്റിൻ്റെ ഉള്ളിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ച്യവനന് വല്ലാത്ത ആഗ്രഹം തോന്നി ഈ കുട്ടിയോട്. അതിൻ്റെ പേര് സുകന്യ എന്നാണ്. അപ്പോൾ സുകന്യയെ മൂപ്പര് പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി, ഇവിടേക്ക് വരാൻ, അടുത്തേക്ക് വരാൻ. അപ്പോൾ ഇതിനെ അറിയില്ല എവിടുന്ന ഈ വിളി, ആരോ വിളിക്കുന്നുണ്ട്, എവിടുന്നോ എന്തോ ശബ്ദം കേട്ടിട്ടുണ്ട്. നോക്കുമ്പോൾ ആരെയും കാണാനുമില്ല. അങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നതാണ്, ഈ പുറ്റിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഈ പുറ്റ് കണ്ടപ്പോൾ ആ പ്രദേശമൊക്കെ വളരെ അതിന് മനോഹരമായിട്ട് തോന്നി. എന്തെന്നില്ലാത്ത ആകർഷണം ഉണ്ടായി അവിടെ. കാരണം ഇദ്ദേഹത്തിൻ്റെ തപസ്സാണ് അതിന് കാരണം, മഹാഭാരതം പറയുന്നത്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുള്ളു പോലുള്ള കമ്പിട്ടിട്ട് ഈ ദ്വാരത്തിലൂടെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി കുത്തിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് പൊട്ടിയതോടുകൂടി മൂപ്പര് അല്ലെങ്കിലേ ക്രോധാലുവാണ് ശവനൻ. മൂപ്പര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്നിട്ട് ഈ ശര്യാദിയുടെ കാവൽക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഭടന്മാർ. ഇവർക്കൊക്കെ എന്താ പറയുക,
ഇവരുടെയൊക്കെ മൂത്രത്തെ മൂപ്പര് സ്തംഭിച്ചു കളഞ്ഞു. ഇവർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം പിന്നെ കടച്ചിലുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പ്രാണവേദന കൊണ്ട് ഇവന്മാർ രാജാവിൻ്റെ അടുത്തേക്ക് ഓടി ശര്യാദിയോട് പറയുകയാണ്, ഇങ്ങനെ എന്താണെന്നറിയില്ല ഞങ്ങളിങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ ശവനൻ ഇവിടെ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളാരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അദ്ദേഹം മുൻകോപക്കാരനുമാണെന്നും അറിയാം. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുകയാണ്. അപ്പോൾ സുകന്യ പോയിട്ട് പറയും, അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അറിയാതെ ഇങ്ങനെ ഈ പുറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാനൊരു കുത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പിന്നെ അദ്ദേഹം വേഗം ഓടി ചെല്ലും അവിടെ. അങ്ങനെ ചെന്ന് അദ്ദേഹത്തിനോട് അപേക്ഷിക്കും, എൻ്റെ മകൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ മൂപ്പര് അതിന് പ്രായശ്ചിത്തമായിട്ട് പറയുന്നത്, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരൂ, എൻ്റെ ഭാര്യയായിട്ട് അവൾ കഴിയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിക്കാമെന്ന് പറയും. അദ്ദേഹം അത് സമ്മതിച്ച് സുകന്യയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കും. ഇദ്ദേഹമാണെങ്കിൽ വൃദ്ധനാണ്, വളരെ വൃദ്ധനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ സുകന്യ നല്ല കുട്ടിയായിരുന്നു. അവർ ചെയ്തത് തെറ്റായിരുന്നു, തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തെ പരിചരിക്കാം, മൂപ്പരുടെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനു വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവരവിടെ കൂടുകയാണ് കാട്ടിൽ. അങ്ങനെ കൂടുമ്പോഴാണ് അവിടെ അശ്വനീ ദേവന്മാർ വരുന്നത്. അവർ രണ്ടുപേരും. ഈ അശ്വനീ ദേവന്മാരെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ സന്തതികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നകുലൻ്റെയും സഹദേവൻ്റെയും അച്ഛന്മാരാണ്. മാദ്രി അവരെയാണല്ലോ ഭരിച്ചത്. ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇവരവിടെ വന്ന് ഈ സുകന്യയെ കണ്ടപ്പോൾ, അതിസുന്ദരിയായിട്ടുള്ള ഈ സുകന്യ ഈ കാട്ടിലിങ്ങനെ അവരവിടെ ഇങ്ങനെ ഇവരെ കണ്ടുമുട്ടിയപ്പോൾ ഇവരോട് ചോദിക്കുകയാണ്, നീ ഏതാണ്, എന്താ അവിടെ? അപ്പോൾ പറയും, ശര്യാദിയുടെ മകളാണ്, അതുപോലെ തന്നെ ചിവന മഹർഷിയുടെ ഭാര്യയാണ് ഞാൻ. ഈ പടു കിഴവൻ്റെ ഭാര്യയോ നിങ്ങൾ? അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൻ്റെ ആ ഇതിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് നിങ്ങളെ ദാമ്പത്യത്തിൽ സന്തോഷിപ്പിക്കാനൊക്കെ സാധിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ അയാളെ ഉപേക്ഷിക്കൂ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങളിൽ ആരെങ്കിലും വിവാഹം കഴിക്കൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ പറയും, അങ്ങനെയല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയൊരു സ്ത്രീയല്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചരിച്ച് ഞാൻ സന്തോഷത്തോടു കൂടി കഴിയാം എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ വീണ്ടും ഇങ്ങനെ നിർബന്ധമൊക്കെ പറഞ്ഞ സമയത്ത് അവർ അതിനെ നിഷേധിച്ചു. അപ്പോൾ ഈ അശ്വിനി കുമാരന്മാർക്ക് ഇവരോടുള്ള ഈ താല്പര്യം വർദ്ധിച്ചു. അപ്പോൾ അവരൊരു ഡിമാൻഡ് വെച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ആരാണെന്നാണെങ്കിൽ നിങ്ങൾക്കറിയില്ല ഞങ്ങളെക്കുറിച്ച്, ഞങ്ങൾ ദേവവൈദ്യന്മാരാണ്, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ദേവവൈദ്യന്മാരാണ്, ഞങ്ങൾക്ക് കരുതാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ വാർദ്ധക്യവും ഈ രോഗവും ഒക്കെ മാറ്റി പൂർണ്ണമായിട്ട് ചെറുപ്പക്കാരനാക്കി നിങ്ങൾക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു ആളാക്കി തീർത്തു തരാം. എന്നിട്ട് ഞങ്ങളിൽ 3 പേരെ ആരാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ വരിക്കാം എന്ന് പറഞ്ഞു, ഭർത്താവായിട്ട് വരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ശരി, ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചവനനെ കണ്ട് ചവനോട് പറഞ്ഞു, ഇങ്ങനെ 2 വിദ്വാന്മാർ വന്നിട്ടുണ്ട്, ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ചവനൻ പറഞ്ഞു, ശരി, അവർ പറഞ്ഞത് നമുക്ക് അനുസരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ചവനനെ കൂട്ടി ഈ പറഞ്ഞ ഒരു നദിയിലിറക്കുക. നദിയിൽ പറഞ്ഞു, ഇതിൽ മുങ്ങിക്കോളാൻ പറഞ്ഞു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ചവനൻ അതിൽ മുങ്ങുകയാണ്. അപ്പോഴോ ഇവർ 2 പേരും കൂടെ ഇറങ്ങി മുങ്ങി. അങ്ങനെ മുങ്ങിയിട്ട് 3 പേര് പൊങ്ങി. 3 പേര് പൊങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്താണ്, ത്രിപിൾ സഹോദരന്മാർ. ആർക്കും ഒരു വ്യത്യാസവുമില്ല. 3 പേരും ഒരുമിച്ച് പറഞ്ഞു ഒരേ ശബ്ദത്തിൽ, നിങ്ങൾക്ക് ഞങ്ങളിൽ ആര് വേണമെങ്കിലും ഭർത്താവായിട്ട് വരിക്കാം. പക്ഷേ ഈ സുകന്യ അവൾ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു. എന്തുകൊണ്ടോ
അവർ കൃത്യം മാറിപ്പോകാതെ ഈ ച്യവനനെ തന്നെ വരിച്ചു. മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മഹാഭാരതം പറഞ്ഞു. അതിന് പ്രത്യേക അടയാളമോ കാര്യങ്ങളോ ഒന്നും ഈ മഹാഭാരതത്തിൽ പറയുന്നില്ല. മറ്റിടത്തൊക്കെ വേറെ ഓരോന്നൊക്കെ പറയും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സുന്ദരക്കുട്ടപ്പനായിട്ട് മൂപ്പര് ഇവരുമായിട്ടുള്ള ദാമ്പത്യം വളരെ മനോഹരമായിട്ട് നടക്കുമ്പോഴാണ് ഈ ശര്യാദിക്ക് ഈ വിവരം അറിഞ്ഞത്. ഇദ്ദേഹം അങ്ങനെ ഗംഭീരനായിട്ടുണ്ട്, കേമനാണ് എന്നൊക്കെ. അപ്പോൾ ആളാണെങ്കിൽ തപോമൂർത്തിയൊക്കെ ആണല്ലോ. അങ്ങനെ കാണാൻ വരുന്നതാണ്. അപ്പോൾ കാണാൻ വന്നപ്പോൾ ഇവർ വളരെ നന്നായി സന്തോഷമായിട്ട് സ്വീകരിച്ച് ഇരുത്തി ഉപചാരപൂർവം ആഹാരാദികളൊക്കെ നൽകി വളരെ സന്തോഷം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഈ എന്താ പറയുക, ഈ അശ്വിനി കുമാരന്മാർക്ക് പകരം എന്തെങ്കിലും വേണമല്ലോ. അപ്പം പകരം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഈ ച്യവനൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു വലിയ കാര്യമാണ് ചെയ്തു തന്നത്. നിങ്ങൾ എൻ്റെ ആരോഗ്യത്തെ വീണ്ടെടുത്ത് തന്നു. ഇതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് തടയപ്പെട്ടിട്ടുള്ളത് അതിനെ ഞാനും നിർവഹിച്ചു തരും. അതെന്താന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രൻ്റെ സഭയിൽ ഇന്ദ്രനൊപ്പം ഇരുന്ന് സുരാപാനം ചെയ്യാൻ ഇവർക്ക് അധികാരമില്ല. ഇവർക്ക് സുരാപാനം നിഷേധിച്ചിരിക്കുക. ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക്, 18 വയസ്സിന് താഴെയുള്ളവർക്ക് 18 21 നമ്മുടെ ഒരു കണക്കുണ്ടല്ലോ, മദ്യം ലഹരി ഉപയോഗിക്കാൻ, ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ബിവറേജ് ലൈസൻസ് കൊടുക്കുന്ന ആൾ ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇത് കഴിക്കാൻ പാടില്ല. അതിന് ഇന്ദ്രന് ന്യായമുണ്ട്. ഇന്ദ്രൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വൈദ്യന്മാരാണ്, ഇവർ വേഷം മാറിയിട്ടൊക്കെ മനുഷ്യന്മാരുടെ ഇടയിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരിങ്ങനെ, ഈ ചിലർക്കുണ്ടല്ലോ ഒപ്പം ഇരുന്ന് മദ്യം കഴിക്കാൻ യോഗ്യന്മാരൊക്കെ വേണം. അതിനാണ് അവർ ഇന്നെന്ന ക്ലബ്ബുകളിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ്, ഇതൊക്കെ ഇന്ദ്രൻ തുടങ്ങി വെച്ചതാണ്, ആ റേഞ്ചുള്ള ആളുകളാണ് ഉണ്ടാവുക. ഇവർക്കൊരിക്കലും ഒരു നാടൻ ഷാപ്പിലൊന്നും പോയി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പല ആൾക്കാരും വരും, ഒരു തോളിൽ കഴിയിട്ട് ഇയാളോട് സംസാരിക്കും. അപ്പോൾ അത് ഇന്ദ്രന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല. അപ്പോൾ മൂപ്പരുടെ നിയമം ലംഘിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതും നടക്കില്ല. പക്ഷെ വലിയൊരു ഓഫറാണ് ഈ ച്യവനൻ അശ്വനി കുമാരന്മാർക്ക് കൊടുത്തത്. അശ്വനി കുമാരന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാര്യം ഏറ്റവും ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഇത് തരും, സുരാപാനം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വരുന്നത്, സുകന്യയുടെ അച്ഛനും അമ്മയും വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ശര്യാദിയോട് പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങയെ ഞാൻ പ്രസിദ്ധനാക്കും. ശര്യാദിയെ, ഭാര്യയുടെ അച്ഛനാണല്ലോ, അമ്മായി അച്ഛൻ, അങ്ങ് യജ്ഞം ചെയ്യണം എന്ന് പറയാം. ഈ യജ്ഞത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. ആ യജ്ഞം അങ്ങനെ കേട്ടിട്ടുള്ള കുറേ യജ്ഞമുണ്ട് നമ്മൾ, ഒക്കെ സിംബോളിക്കാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങ് യജ്ഞം ചെയ്യണം, യാഗം ചെയ്യണം. ആ യാഗത്തിൽ അത് ഗംഭീരമായിട്ട് ചെയ്ത് അത് അങ്ങ് പ്രസിദ്ധിയെ ആർജിക്കുന്ന യാഗമായിരിക്കുന്ന. അപ്പോൾ ഏത് യാഗമാണെങ്കിലും ഇന്ദ്രന് ഹവിസ്, ഇന്ദ്രനാണ് അതിൻ്റെ മുഖ്യ ആൾ, ഇന്ദ്രനാണ് ഹവിസ് സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഈ ച്യവനൻ്റെ സിദ്ധിയിൽ ച്യവനൻ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് പുരോഹിതനാക്കി, ഇദ്ദേഹത്തിന് വേണ്ടി യജമാനനാക്കിയിട്ട് യാഗം ചെയ്യുന്നതാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ശര്യാദിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സുരാപാനത്തെ എടുക്കുന്നു. ആ സുരാപാനത്തെ ഇവർക്ക് നൽകുകയാണ്, അശ്വിനി കുമാരന്മാർക്ക് നൽകുമ്പോൾ ഇന്ദ്രൻ പറയും. അപ്പോഴാണ് ഇന്ദ്രൻ പറയണത്, ഇല്ല ഇവർക്കിത് നിഷിദ്ധമാണല്ലോ മഹർഷേ, അങ്ങേക്ക് അറിയില്ലേ, ഇവർക്കിത് നൽകാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണത് ഇന്ദ്ര? ഇവർ യോഗ്യന്മാരാണ്, ഇവർ ജ്ഞാനികളാണ്, ഇവർ ദേവവൈദ്യന്മാരാണ്. അങ്ങനെ അപ്പോൾ ഇന്ദ്രൻ പറയും, അതെ അതുകൊണ്ടാണ് അവർ
അപ്പോൾ ഈ വൈദ്യന്മാരിത് കഴിക്കരുതെന്നാണ് ഇന്ദ്രൻ്റെ അഭിപ്രായം. ഡോക്ടർമാരും വൈദ്യന്മാരും ആൽക്കഹോൾ ഉപയോഗിക്കരുതെന്നാണ് ഇന്ദ്രൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ സ്വീകരിക്കാം, നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ശക്തമായിട്ട് പറയും അത് അനുവദിച്ചുകൂടാന്ന് പറയും. ച്യവനൻ പറയും അങ്ങനെയല്ല, ഞാനിത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ ഇന്ദ്രൻ അറ്റ കൈ പറയും അങ്ങനെ അങ്ങ് ഇത് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ വജ്രായുധം ഉപയോഗിക്കുന്നു പറയാം. അപ്പോൾ ച്യവനൻ ചിരിച്ചുകൊണ്ട് ഇവർക്ക് ഇത് കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ അവരത് മേടിക്കുമ്പോഴേക്കും ഇദ്ദേഹം വജ്രായുധം ഉപയോഗിക്കുമ്പോൾ ച്യവനൻ ഇന്ദ്രനെ സ്തംഭിപ്പിച്ച് കളയും. അപ്പോൾ ഇന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇന്ദ്രൻ എന്താ പറയുക, അചലനാവുന്ന ഒരവസ്ഥയാവും. ഇളകാൻ പറ്റാതെ ഇന്ദ്രൻ അവിടെ നിലകൊള്ളുകയാണ്. അങ്ങനെ അവസാനം ഇന്ദ്രൻ അപേക്ഷിക്കുകയാണ്, അങ്ങാണ് ശരി, ഇവർക്ക് ഇന്നു മുതൽ ഞാൻ ഇത് അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഇത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏത് സഭയിലും എവിടെയും നിങ്ങൾക്ക് സുരാപാനത്തിന് നിങ്ങൾ യോഗ്യരാണ്, അർഹരാണ്, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇതാക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഈ അർജുനന് ഈ പറഞ്ഞതുപോലെ ഈ യാഗം യജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സന്തതിയാണല്ലോ. ഈ എല്ലാ യാഗങ്ങളുടെയും യജ്ഞത്തിൻ്റെയും അധിപനായിട്ടുള്ള ആളുടെ മകനാണ് ഈ അർജുനൻ. അങ്ങനെയാണല്ലോ മഹാഭാരതത്തിലെ സങ്കല്പം. ഇന്ദ്രനെയാണല്ലോ വരിക്കുന്നത് കുന്തി ദേവി. അപ്പോൾ ഈ അർജുനൻ ഇത് ഭഗവാൻ വളരെ അച്ഛൻ്റെ ഏർപ്പാട് എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കാൻ പോകുന്നത്. ഗംഭീരമായിട്ട് ആ യജ്ഞപ്രകരണം വരികയാണ്. 4-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം, 24-ാമത്തതാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടേക്കുള്ളതൊക്കെ തന്നെ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. കർമ്മ സമഗ്രം പ്രവിലീയതേ. കർമ്മം പൂർണ്ണമായും നശിച്ചു പോകുന്നത്, പ്രവിലീയതേ പ്രകർഷേണ ലീയതേ, ഒന്നൊഴിയാതെ നശിക്കുന്നത് അതെങ്ങനെയാണ് അർജുന എന്നാണെങ്കിൽ, ഗതസംഗസ്യ, ഗതം എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ള, സംഘം എന്ന് പറഞ്ഞാൽ സംഘം ആരിലാണോ അറ്റാച്ച്മെൻറ്റ് പോയിട്ടുള്ളത്, ഗതസംഗസ്യ, സംഘവിഹീനനായിട്ടുള്ള അയാൾ ആരാണ്? മുക്തനുമാണ്. അങ്ങനെ ഗതസംഗസ്യ മുക്തസ്യ, ഗതസംഗനായിട്ടുള്ള ആ കർത്തൃത്വ അഭിമാനം വിട്ട ജ്ഞാനനിഷ്ഠനായ, ജ്ഞാനത്തിൽ ഉറച്ചിട്ടുള്ള ജ്ഞാനാവസ്ഥിത ചേതസഃ, ചേതസ് മനോബുദ്ധി ജ്ഞാനത്തിൽ അവസ്ഥിതമാണ്. അവിടെ പിന്നെ എന്തില്ല? സംശയങ്ങളില്ല. കൃത്യമാണ് തൻ്റെ കർമ്മത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ്. ഏത് കർമ്മത്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് അറിവ് പ്രധാനമാണ്. കർമ്മങ്ങൾ അറിവിൻ്റെ നിറവിലായിരിക്കണം, അല്ലാതെ എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അറിവിൻ്റെ നിറവിലുള്ള കർമ്മങ്ങളെയും ഭഗവാൻ ഇവിടെ പറയുകയാണ്. സാവകാശമാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ, അവനെങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? അവൻ്റെ കർമ്മങ്ങൾ യജ്ഞായ ആചരത കർമ്മ. അപ്പോൾ ആ കർമ്മങ്ങളിൽ, ആ കർമ്മം എന്നുള്ളത് യജ്ഞമാണ്. ഇതാണ് യുദ്ധത്തെ യജ്ഞമാക്കുന്നതാണ് ഈ വിദ്യ. അതുകൊണ്ടാണ് ഈ യുദ്ധമുഖത്ത് ഇത് പറയുന്നത്. അപ്പോൾ ഏത് കർമ്മവും നമുക്ക് എന്താക്കാം? യജ്ഞം ആക്കാം. നമ്മുടെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറുണ്ട്. സാറ് പറയും, രാവിലെ പല്ല് തേക്കുക എന്നതൊരു യജ്ഞമാണ്. എല്ലാം തന്നെ യജ്ഞമല്ലാത്തതായിട്ടുള്ള യാതൊരു കർമ്മങ്ങളും ഇല്ല. നമുക്കങ്ങനെ ആക്കാം. ഈ യജ്ഞം പോലും നേരെ തകരാറാക്കാം.
യജ്ഞം എന്ന പേരിൽ നടക്കുന്ന യജ്ഞത്തിൽ യജ്ഞം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. ബാക്കി എല്ലാ തട്ടിപ്പ് വെട്ടിപ്പ് ഉടായ്പുണ്ടാവും. ആ യജ്ഞങ്ങളിൽ ഏതാണ് ഏറ്റവും പരമപ്രധാനമായ യജ്ഞം, അതൊക്കെ ഇവിടെ പറയാൻ പോവുകയാണ് ഭഗവാൻ. അപ്പോൾ യജ്ഞായ ആചരത കർമ്മ, നിന്റെ കർമ്മങ്ങളൊക്കെ യജ്ഞഭാവത്തിലാകട്ടെ അർജുന. അങ്ങനെയാണെങ്കിലോ ആ കർമ്മങ്ങളിലെ കർമ്മ, അവിടെ പിന്നെ കർമ്മ ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഫലത്തെയാണ്. അതെല്ലാം തന്നെ സമഗ്രം പ്രവിലീയതേ, അത് പൂർണ്ണമായി അതിൻ്റെ വാസനകൾ, അത് പിന്നെ വറുത്ത വിത്താണെന്ന് പറയും, അങ്ങനെയായിത്തീരുന്നു. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും എങ്ങനെയാണ് യജ്ഞമാക്കുന്നത്, യജ്ഞമാക്കേണ്ടത് എന്നതാണ് അടുത്ത ഈ 4-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം. ഇത് ഭോജനമന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിനെ കാണാം. ഇതൊരു ഭോജനമന്ത്രമല്ല, ഭോജനത്തിന് മുമ്പായിട്ടും എല്ലാ കർമ്മങ്ങൾക്കും മുന്നോടിയായിട്ട് ഇത് ഉപയോഗിക്കാമെന്ന് വരുമ്പോൾ ഇത് കേവലം ഭക്ഷണത്തിന് മുമ്പ് മാത്രമല്ല, എല്ലാ കർമ്മങ്ങളിലും ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, ഇതാണ് സർവത്തിനെയും യജ്ഞമാക്കുന്ന മനോഭാവം. ഈ ശ്ലോകം ഇതൊരു മന്ത്രം പോലെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ആശ്രമത്തിൽ ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഭഗവത്ഗീത 15-ാം അധ്യായം ചൊല്ലണം. ഊർധ്വമൂലമതശാഖമശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് ആ അധ്യായം മുഴുവൻ കഴിയണം. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കയ്യിലെടുത്ത് ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഇതാണ്. അപ്പോൾ ഈ നമുക്ക് ആശ്രമത്തിൽ പഠിക്കുമ്പോഴേ ഈ രാവിലെ ആദ്യകാലമൊന്നും രാവിലെ ഭക്ഷണമൊന്നുമില്ല. രാവിലെ ഒരു ഗ്ലാസ് പാല് തരും, അവിടെ തന്നെ പശു ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ രാവിലെ. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് എങ്ങനെ ഉണ്ടാവും, വിശപ്പ് എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ വൈകുന്നേരം ലഘുഭക്ഷണം, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി, അല്ലാതെ ഇതൊന്നുമില്ല, ഇടയിലൊന്നുമില്ല. അപ്പോൾ ഈ കൃത്യസമയത്തിനാണ് ഭക്ഷണത്തിൻ്റെ ബെല്ലടിക്കുക. അപ്പോൾ ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചിട്ടുണ്ടോ ഊണിന് കറക്റ്റ്. അപ്പോൾ അവിടെ അന്നക്ഷേത്രം എന്ന് പറയും, അവിടെ പോയിരുന്ന് വേഗം അങ്ങോട്ട് എന്താ പറയുക, ഗീത ചൊല്ലും. അപ്പോൾ ഈ ഗീത ചൊല്ലി 15-ാം അധ്യായം ഗീത ചൊല്ലുമ്പോഴേക്കും സ്വാമിജി താഴെ നിന്ന് വരും. വന്ന് സ്വാമിജി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബ്രഹ്മാർപ്പണം തുടങ്ങാൻ പറ്റും. കാരണം സ്വാമിജി കഴിക്കുമ്പോഴാണ് ഞങ്ങളും കഴിക്കുക. അത് നേരത്തെ നമ്മൾ ശാപ്പിടാൻ പറ്റില്ല. ആചാര്യൻ അവിടെ ഉണ്ടെങ്കിൽ ആചാര്യൻ വരണം. അപ്പോൾ നമ്മൾ ഈ 15-ാം അധ്യായം ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചൊല്ലി തീർത്ത് ഇതുകൊണ്ട് വേഗം കഴിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോഴായിരിക്കും സ്വാമിജി ചിലപ്പം എന്തെങ്കിലും ആരെങ്കിലും ആ സമയത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് സമയം. അങ്ങനെ ഇങ്ങനെ ആ സംസാരം നീണ്ടുപോകുമ്പോൾ സ്വാമിജിക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, ഇവർ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാമിജി അവിടുന്ന് നിർദ്ദേശം കൊടുക്കും ആരോടെങ്കിലും, അവരോട് കഴിച്ചോളാൻ പറയും, ഞാൻ വന്നോളാം എന്നുള്ളത്. അപ്പോൾ സ്വാമിജി ആ നിർദ്ദേശം ഇവിടെ തരുമ്പം നമ്മൾ ഈ ശ്ലോകം ചൊല്ലുന്നതിന് പകരം തമാശയായിട്ട് ചിലപ്പോൾ നമ്മൾ പറയും 4:24 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട്, അതായത് വയ്യ നീ ചൊല്ലാൻ,
4:24, 4-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം. അപ്പോൾ 4:24 പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങൾ കോഡായിട്ട് പറയും 4:24 മാത്രം മതി എന്ന് പറയും. 4:24. അപ്പോൾ ഈ 15-ാം അധ്യായം ഊർധ്വമൂലമൊന്നും വേണ്ട, കാരണം വിശന്ന് കണ്ണ് കാണാതെയാണ് വരുന്നുണ്ടാവുക. കുറച്ച് ക്ലാസ് ഡിലേ ആയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോൾ. ക്ലാസ് ചിലപ്പോൾ ചിലത് പോർഷൻ തീരാനൊക്കെ കുറച്ച് സമയമൊക്കെ ആകുമ്പം സമയം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്വാമിജി പറയും നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ വന്നോളാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ ഈ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചിലർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഊർധ്വമൂലമദശാഖം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പിന്നെ ഇത് തീർക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്നിട്ട് 4:24 പറയും. അപരക്ഷയാണ്. ഈ ശ്ലോകം എപ്പോഴും ഓർമ്മ വരുമ്പോൾ ആശ്രമജീവിതം ഓർമ്മ വരും. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം, അർപ്പണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെന്തും ആവട്ടെ, അതെന്താണ്? ബ്രഹ്മ. അത് ബ്രഹ്മമാണ്. ഇതാണ് സർവം ബ്രഹ്മമയം എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത് പോലെ രാവിലെ പേസ്റ്റ് എടുക്കുന്നു എന്നുള്ളത് തന്നെ, പല്ല് തേക്കുക എന്നുള്ളത് ബ്രഹ്മയജ്ഞമാണ്. അപ്പോൾ എടുക്കുന്ന ബ്രഷ്, പേസ്റ്റ് എല്ലാം പറയുന്നു ഹവി ബ്രഹ്മ. അതിലെ ഹവിസ് എന്താണോ, ഹവിസ് എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ അരി ചോറുണ്ടാക്കും, അപ്പോൾ അടുപ്പ് കത്തിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റൗവ്, ഹീറ്റർ, എന്തായാലും അതെന്താണ്? ബ്രഹ്മമാണ്. അപ്പോൾ പാത്രം എന്താണ്? ബ്രഹ്മമാണ്. വെള്ളം എന്താണ്? ബ്രഹ്മമാണ്. അതെടുത്ത് അടുപ്പത്ത് വയ്ക്കുന്നു, ബ്രഹ്മാഗ്നിയിൽ. കഴുകി അരി ഇടുന്നതോ അതും ബ്രഹ്മമാണ്. ആ അരി ഇടുക എന്നുള്ള കർമ്മമോ ബ്രഹ്മമാണ്. പിന്നെ അത് ചോറായി അത് കഴിക്കുക എന്നുള്ളതോ അത് ബ്രഹ്മമാണ്. അതിൻ്റെ അനന്തര ഫലമോ ബ്രഹ്മമാണ്. അങ്ങനെ ബ്രഹ്മാർപ്പണം, അർപ്പണം ബ്രഹ്മ, ഹവി ബ്രഹ്മ. ഹവിസ്സുക്കൾ, അതിൽ ഉപയോഗിക്കുന്ന ഹവിസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ഹോമദ്രവ്യങ്ങളെയാണ് ഹവിസ് എന്ന് പറയുക. അപ്പം അതെല്ലാം ഹവിസ്സുക്കളാണ്. ബ്രഹ്മാഗ്നൗ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ. ഇനി കുറേ അഗ്നികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു അഗ്നിയുടെ പേര് ബ്രഹ്മാഗ്നി എന്നാണ്. ബ്രഹ്മാഗ്നൗ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മണാഹുതം. ബ്രഹ്മത്താൽ ചെയ്യുന്നവൻ ആരാണ്? ഹോതാവ് ബ്രഹ്മമാണ്. അവനാൽ, ആ കർത്താവിനാൽ ചെയ്യപ്പെടുന്ന ആ ഹവന പ്രക്രിയ എന്ന് പറയുന്നതും ബ്രഹ്മ. ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മമാകുന്ന കർമ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ടുള്ള, സമാധിസ്ഥനായിട്ടുള്ള അവന് തേന ഗന്ധവ്യം ബ്രഹ്മ ഏവ. പ്രാപിക്കപ്പെടേണ്ടത്, ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മ സാക്ഷാത്കാരമാണ്. അതും ബ്രഹ്മ. സർവം ബ്രഹ്മമയം. ഇതാണ് സദാശിവ ബ്രഹ്മേന്ദ്രർ നമ്മളോട് പറയുന്നത്. ഇതാണ് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. ഹേ മനസ്സേ, ചര, സഞ്ചര, നന്നായി ചരിക്കൂ. എവിടേക്ക്? ബ്രഹ്മണി, ബ്രഹ്മത്തിലേക്ക്. ബ്രഹ്മത്തിലേക്ക് നിൻ്റെ മനസ്സ് വ്യാപരിക്കണമെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സച്ചിദാനന്ദ കട്ട, ഒരു സ്വർണ്ണക്കട്ട പോലെ എന്തോ ഒരു കട്ട ഏതോ ദേശത്ത് ഏതോ കാലത്ത് അല്ല. നിനക്ക് എല്ലാറ്റിനെയും ബ്രഹ്മമാക്കാം, നീ തയ്യാറാണ് എങ്കിൽ. അപ്പം ഇനി തുടർന്ന് ഈ ബ്രഹ്മയജ്ഞം അതിമനോഹരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. അർജുന, നിനക്ക് ഞാൻ ഇനിയും പറഞ്ഞു തരാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.